السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد عدم في علم الله صلاة دائمة بدوام الكلة. ഏറ്റവും സ്നേഹം ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, നാം പലപ്പോഴും സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ ചില ആളുകൾ അങ്ങാടികളിലോ അല്ലെങ്കിൽ വഴിയോരങ്ങളിലോ പോയി ഇരിക്കാറുണ്ട്, തങ്ങാറുണ്ട്, സംസാരിക്കാറുണ്ട്. വാസ്തവത്തിൽ നാം അങ്ങാടിയിലോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലോ പോയി ഇരിക്കുമ്പോൾ അവിടെ നാം പലപ്പോഴും എന്തെല്ലാം കാണാൻ സാധിക്കുകയും ചെയ്യും. നമ്മളൊക്കെ ബസ് സ്റ്റോപ്പിലൊക്കെ ഇരിക്കുന്ന പല ആളുകളുണ്ട്, ജോലിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ പോയി അവിടെ ഇരുന്ന് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ സൊറ പറയും, സംസാരിച്ചുകൊണ്ട് മറ്റവൻ്റെ ഗീബത്തും നമീമത്തും ഏഷ്യോനിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായി മാറും. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, നാം ഇരിക്കുന്നത് കൊണ്ടല്ല, ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകളിലൂടെ പലതും കാണേണ്ടി വരുന്നുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ, വഴിയിലൂടെ ഇരിക്കുമ്പോൾ, ബസ് സ്റ്റോപ്പിലിരിക്കുമ്പോൾ ഒരുപാട് സ്ത്രീകളും അന്യപുരുഷന്മാരൊക്കെ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ടുപോകും. ഒരിക്കൽ നാം ഒരു സ്ത്രീയെ കാണുമ്പോൾ നോക്കിപ്പോയി എന്ന് വെക്കാം, എന്നാൽ രണ്ടാമതായി തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് പറ്റൂലല്ലോ, അതൊരിക്കലും പറ്റൂല, ഇസ്ലാം വിലക്കിയിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ നോക്കിയിട്ട് നമ്മുടെ വികാരങ്ങൾ, ആ ചിന്തകൾ വരുന്നതിലേക്ക് മാറുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ഇരിക്കുന്ന ആളുകളെ നിങ്ങൾ സൂക്ഷിച്ചോളണം. അതിൻ്റെ അടുക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു, വളരെ വേദനാജനകമായ, ദുഃഖിക്കുന്ന, ആ നാട് ഒട്ടാകെ കണ്ണുനീരുറ്റിക്കൊണ്ടിരിക്കുന്ന പാലക്കാടിൽ 4 സ്ത്രീ പെൺകുട്ടികൾ സ്കൂൾ പോയി എക്സാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു വാഹനത്തിൻ്റെ അടിയിൽ മരണപ്പെട്ടായി കണ്ടു. അള്ളാഹു അവർക്ക് നീ സ്വർഗം കൊടുക്കണം റഹ്മാനെ, ഷഹീദിൻ്റെ കൂലി നീ കൊടുക്കണം റഹ്മാനെ, അവരുടെ വീട്ടിലേക്ക് നീ ക്ഷമ കൊടുക്കണം അല്ലാ. അങ്ങനെ എത്ര മരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏത് സമയത്തും എപ്പോഴും വരും. അള്ളാഹു അത്തരത്തിലുള്ള ദുർമരണത്തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ വീട്ടിലുള്ള അവസ്ഥകൾ പഠിച്ചവനെ അള്ളാഹുവെ നീ ക്ഷമ കൊടുക്കണം അല്ലാ. ആ പിഞ്ചുമക്കളായ മക്കൾക്ക് അള്ളാഹു നീ സ്വർഗത്തിൽ വലിയ ഭവനം കൊടുക്കണം അല്ലാ. അത് ഞങ്ങളോട് എല്ലാവരും ആ മക്കൾക്ക് വേണ്ടിയും അവരുടെ വീട്ടിലേക്കും എല്ലാവർക്കും ക്ഷമ കിട്ടാൻ വേണ്ടി ആരക്കണമെന്ന് നിങ്ങൾ ആദ്യമായി ഉണർത്തുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, ആ വഴിയോരലും സ്റ്റോപ്പിലൊക്കെ ബസ് സ്റ്റോപ്പിലിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയാണ്, അൻ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂൽ പറയാണ്, ഇയ്യാകും വൽ ജുലൂസ അല തുർഖാതി ഫഖാലൂ മാ ലനാ ബുദ്ദുൻ മിന്ന മാ ഹിയ മജാലിസുനാ നതഹദ്ദസു ഫീഹാ قال ماذا فإذا أبيتم إلا المجالس فأعطوا الطريق حقها قالوا ما حق الطريق قال غض البصر وكف ورد السلام وأمر بالمعروف والنهي عن المنكر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ ഷോപ്പിലും വഴിയോരങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ സൂക്ഷിക്കണേ. സഹാബത്തിനോട് പറയാണ്, ഇയ്യാകും വൽ ജുലൂസ്, നിങ്ങൾ ഇരിക്കുന്ന സൂക്ഷിക്കണം, നിങ്ങൾ വഴിയോരങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ നിങ്ങൾ സൂക്ഷിക്കണം. വക്കാലു, അപ്പോൾ അവിടെ കൂടിയ സഹാബത്ത് റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, മാലനാ ബുദ്ദു മിന്ന മാ ഹിയ മജാലിസുനാ നതഹദ്ദസു ഫീഹാ. നമ്മൾ നബിയെ, വക്കാലു, അവർ ചോദിക്കുകയാണ്, മാലനാ ബുദ്ദ, നമ്മൾക്ക് ഇവിടെ ഇരിക്കാതിരിക്കാൻ കഴിയില്ല നബിയെ, നമ്മളെപ്പോഴും ഇരിക്കുന്ന സ്ഥലമാണ്, ഇത് ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല നബിയെ, നമ്മൾ ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് സംസാരിക്കലും സൊറ പറയലൊക്കെ ഇവിടെ തന്നെയാണ്, അതുകൊണ്ട് നമുക്കിത് ഒഴിവാക്കാൻ കഴിയൂല നബിയെ. കാല റസൂലുള്ളാഹി പറഞ്ഞു, വൈദാ ബൈതുമിൽ മജാലിസ ഫഅതു തരീഖ ഹഖഹാ. നിങ്ങൾ ആ വഴിയോളിലും ബസ് സ്റ്റോപ്പിലിരിക്കൽ നിങ്ങൾക്ക് അത് പറ്റൂല, അത് ഒഴിവാക്കാൻ പറ്റൂലെങ്കിൽ നിങ്ങൾ അതിനുള്ള ചില ബാധ്യതകൾ നിറവേറ്റാനുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ചില ബാധ്യതകൾ നിറവേറ്റേണ്ടതുണ്ട്. കാലു, അപ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ്, മാ ഹഖു തരീഖ്, ആ വഴിയോടിലിരിക്കുന്നതിൻ്റെ ബാധ്യതകൾ എന്താണ് നബിയേ? കാല റസൂലുള്ളാഹി പറയാണ്, ഗദ്ദുൽ ബസർ, നിങ്ങൾ കണ്ണ് നിങ്ങൾ എന്താക്കണം, ചിമ്മണം, കണ്ണ് നിങ്ങൾ എന്താക്കണം, സൂക്ഷിക്കണം. കണ്ണ് ചിമ്മെന്ന് പറഞ്ഞാൽ വഴിയോടങ്ങളിലും സ്റ്റോപ്പിലിരിക്കുമ്പോൾ ഒരുപാട് സ്ത്രീകളും അന്യവരൊക്കെ പോകും. അപ്പം ഇങ്ങനെ നോക്കിട്ടാ, ഇതാരാ, ഇങ്ങനെ നോക്കിക്കുന്ന ആളുകളുണ്ട്, ഇപ്പോഴും അങ്ങനെ ഉണ്ടല്ലോ, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഇരിക്കുന്നവർ, നിങ്ങൾ കണ്ണ് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കരുത്, നിങ്ങൾ കണ്ണുമല്ല പൂട്ടുക, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് തിരിയുക, കാണാണ്ടിക്കണം. അപ്പം കാണാൻ നിങ്ങൾ സൂക്ഷിക്കണം. വഴിയോളിരിക്കുന്ന യുവാക്കളെ ആരായാലും ഇരിക്കുന്നവർ നിങ്ങൾ സൂക്ഷിക്കണം. കണ്ണ് നിങ്ങൾ ചിമ്മിക്കളയണം.
കഫുൽ അതാ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ടാമത്തെ വാക്കാണ്, നിങ്ങൾ എന്താണ് ഇടങ്ങേറിയ ബുദ്ധിമുട്ടുകൾ നീ അകറ്റെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഷർറുകളൊക്കെ നീക്കി കളയണം. ആരെങ്കിലും സലാം പറഞ്ഞാൽ സലാം അടക്കണം, അങ്ങോട്ട് സലാം പറയും വേണം. വഅംറു ബിൽ മഅറൂഫി, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവിടെ ഇരിക്കുമ്പോൾ എന്തെല്ലോ പറയല്ല, അവിടെ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. നോമ്പൊക്കാൻ വേണ്ടി നല്ല കാര്യങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞേക്കണം. കള്ളുടിക്കുന്നതുകൊണ്ട് കള്ളുടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കൊടുക്കണം. നിഷിദ്ധമാണെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അതുപോലെ തന്നെ മുങ്കർ, മോശമായ കാര്യങ്ങൾ വിരോധിക്കുകയും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും കൽപ്പിക്കുകയും ചെയ്യണം. അവിടെ ഇരിക്കുന്നവരുടെ ബാധ്യതയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആകയാൽ നാം സ്റ്റാഫിലും വയോലങ്ങൾ ഇരിക്കുമ്പോൾ അവിടെ കൊടുക്കേണ്ട ബാധ്യതകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സലാം പറയണം, സലാം അടക്കണം, കണ്ണുകൾ ചിമ്മിക്കണം എന്ന് പറഞ്ഞാൽ പോകുന്ന വഴിയോലെല്ലാം നോക്കിക്കൊണ്ടിരിക്കാനല്ല വേണ്ടത്. സ്ത്രീകളൊക്കെ പോകുന്നവരുണ്ടാകും, അപ്പോൾ അതിലേക്ക് നോക്കലല്ല, കണ്ണൊന്ന് താത്തണം, അങ്ങോട്ടേക്ക് നോക്കാൻ പാടില്ല. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇരിക്കുന്നവർക്കൊക്കെ നല്ല പറഞ്ഞു കൊടുക്കല. നിങ്ങൾ ഇന്ന് സ്വബീസ്കരിച്ചിന, നിങ്ങൾ ചായ കുടിച്ചിന, അൽഹംദുലില്ലാ, നിങ്ങൾ സലാം പറഞ്ഞ, ഖുർആൻ ഇതൊക്കെ ചോദിക്കാമല്ലോ. നല്ല കാര്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറുന്നുണ്ട്, വിരോധമില്ല. അതുപോലെ തന്നെ മോശമായ കാര്യങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും മറ്റവൻ്റെ ഗീബത്ത് പറയുമ്പോൾ അങ്ങനൊന്നും പറയാൻ പാടില്ലേ. ഒരാളെ പറ്റി നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല. ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. ഇസ്ലാം അങ്ങനെ പറഞ്ഞാൽ കുറ്റം കിട്ടും. അങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, മോശമായ കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്യുക. ഇതെല്ലാം പരിശുദ്ധ ഇസ്ലാം ദീനിൽ എന്താണോ പറയുന്നത് അത് പറഞ്ഞു കൊടുക്കുക. അതാണ് ഇതിൻ്റെ ബാധ്യത. വഴിയോടെങ്കിലും വെസ്റ്റാപ്പിലും ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവിടുത്തെ ബാധ്യതകൾ നിറവേറ്റണമെന്ന് പറഞ്ഞു. അതാണ് റദ്ദുസ്സലാം വഅംറു ബിൽ മഅറൂഫി വന്നഹ്യി അനിൽ മുൻകർ. ഇത് സഹീഹുൽ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളോട് കൂടുതലായി പറയുന്നില്ല. എപ്പോഴും നിങ്ങൾക്ക് ഓരോ യൂട്യൂബിലൂടെ ഒരുപാട് വിഷയങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വളരെ നല്ല നല്ല വിഷയങ്ങളാണ് ഇതിലേക്ക് ഇടുന്നത്. അത് പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരെയും അപകടത്തോട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പറയാനും മോശമായ കാര്യം വിരോധിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എല്ലാവരും ആ മരിച്ചുപോയ സ്ത്രീ, പാലക്കാടിൽ മരണപ്പെട്ടു പോയ സ്ത്രീകൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ഇരക്കണം. അവരൊക്കെ മയ്യിത്ത് നിസ്കരിക്കണമെന്ന് എല്ലാ പള്ളിയിലും നിസ്കരിക്കും. അള്ളാഹു തആല സയ്യിദിൻ്റെ കൂലി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവെ, അങ്ങനെ എത്രയോ മരണങ്ങൾ എന്തെല്ലാമാണ് ഇപ്പോൾ സോഷ്യലിലൂടെ നമ്മൾ ടി വിയിലൂടെ കാണുന്നത്. അള്ളാഹുവെ, പഠിച്ചവനങ്ങളുടെ മരണങ്ങൾ തൊട്ട് നമ്മളെല്ലാവരും, നമ്മുടെ മക്കളെയും കുടുംബക്കാരെയും നമ്മളെല്ലാവരെയും കാക്കണം റഹ്മാനെ. അള്ളാഹുവെ, അവർക്ക് നീ, അവരുടെ വീട്ടുകാർക്ക് നീ ക്ഷമ കൊടുക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക തവ്വാബുർ റഹീം റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.